ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതൊക്കെയുണ്ട് വിശേഷം. സുഖമാണോ? അപ്പം ഞാൻ രാവിലെ എൻ്റെ ജോലി തുടങ്ങാൻ പോവാണ്. അപ്പം ഇന്ന് കുറച്ച് ജോലിയൊക്കെ രാവിലെ കഴിഞ്ഞു. ഇപ്പം ഇവിടെ 8:30 ഇവിടെ അല്ല, 8:30 ഇപ്പോൾ സമയം. അപ്പം ഞാൻ അമ്മയ്ക്ക് ആഹാരം കൊടുക്കാൻ പോവാണ്. അപ്പം അതൊന്ന് കാണിക്കാം. അപ്പം ഇഡ്ഡലിയാണേ. അപ്പം നമ്മൾ ഇലയിൽ വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത്. ഫോൺ ഒരു കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് പാടാണ്. അപ്പോൾ ഇത് 2 ഇഡ്ഡലിയാണ്. ഇത് നമ്മൾ വെള്ളവും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചിങ്ങനെ ഇതാക്കിയാണ് കൊടുക്കേണ്ടത്. ചവയ്ക്കാനൊക്കെ പറ്റും, എന്നാലും തൊണ്ടയിലങ്ങനെ കുടുങ്ങിയെങ്കിലോ, കിടക്കുന്ന പേഷ്യൻ്റല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പം നല്ല പൊടി പോലെ ആയി. ഇതിന് സ്പൂണിട്ട് കോരി കൊടുക്കാം നമുക്ക്. അപ്പം നമുക്ക് അമ്മയുടെ കൊടുക്കാൻ പോകാം. അമ്മയ്ക്ക് എന്തോ അങ്ങോട്ട് തിരിയല്ലേ, ഇങ്ങോട്ട് നേരെ കിടന്നോ. മതിയോ? ഏ ഏ എന്ത് മതിയോ? പിന്നെ ആവശ്യമല്ലേ തിന്നുന്നത്? അതിലുണ്ടോ? ആര് പറഞ്ഞുണ്ടെന്ന്? അതിലില്ല, മൊത്തം അമ്മച്ചി തിന്നില്ലേ? ഏ 'അമ്മച്ചി മൊത്തം കഴിച്ചു കേട്ടോ. അതേ പാത്രം കണ്ടോ? മൊത്തം ഇത് കഴിച്ചു. 2 ഇഡ്ഡലി കഴിച്ചു കേട്ടോ. ഇനി ഇവിടെ കിടന്ന് അലിക്കുവോ? രണ്ട് ഇഡ്ഡലിയും കഴിച്ചു, വെള്ളവും കുടിച്ചു. വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞോ? വയറ് നിറഞ്ഞോ? ഇനി അലയ്ക്കുവോ? ഇനി അലച്ചാ ഇവിടെ പൂട്ടി ഞങ്ങളെല്ലാരും പോവും. അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്ക് കിടക്കും. ഞങ്ങൾക്ക് സമാധാനം വേണം കേട്ടോ. ആ
അപ്പം ഞാൻ ദോശ ചുടാം. ഇഡ്ഡലി ടീച്ചർ കുറച്ചേ ഉണ്ടാക്കിയുള്ളേ. അപ്പം ബാക്കി മാവിരിപ്പുണ്ട്. ടീച്ചറിന് ഇന്ന് സ്കൂളിൽ പോകണം, എന്തൊക്കെ പ്രോഗ്രാമുണ്ട് സ്കൂളിൽ. അപ്പം അതുകൊണ്ട് ടീച്ചർ സ്കൂളിൽ പോയി. അപ്പം ഞാൻ എന്താ വിചാരിച്ചു, എനിക്കുള്ള ദോശ ഞാൻ ഉണ്ടാക്കും. ഞാൻ എന്നും അങ്ങനെ തന്നെ കേട്ടോ, എനിക്കുള്ള ദോശയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കും. നമ്മൾ അപ്പോൾ എനിക്ക് ദോശ, മോനിവിടെ ഉണ്ട്, മോന് ഇഡ്ഡലിയുണ്ട്, അമ്മയ്ക്കും ഇഡ്ഡലി ഉണ്ടായിരുന്നു. അവരൊക്കെ ഇഡ്ഡലിയാണ് കഴിച്ചത്. എനിക്കല്ലെങ്കിൽ ഇഡ്ഡലി അത്ര, എനിക്ക് സാമ്പാറുണ്ടെങ്കിൽ ഇഡ്ഡലി കുഴപ്പമില്ല, അല്ലെങ്കിൽ ദോശയാണ് എനിക്കിഷ്ടം. സാമ്പാറുണ്ടെങ്കിൽ ഇഡ്ഡലി നമുക്ക് കഴിക്കാം. അപ്പം എനിക്കിൻ്റെ മീൻകറി വെക്കണ്ട, മീനെ വറുക്കാനുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. മീൻ വറുക്കാൻ ടീച്ചർ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ രസമുണ്ട്, പിന്നെ ചേന തോരനുണ്ട്. അപ്പം ഇനി എനിക്കൊന്നും വെക്കണ്ട, അല്ലെങ്കിൽ വല്ലതൊക്കെ ഞാൻ വെക്കും. നമുക്ക് എന്തെങ്കിലും കൂട്ടാനൊക്കെ, എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും. ഇന്നൊന്നും വേണ്ട, അത് മീനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിന്നൊന്നും വേണ്ട. അപ്പം ഞാൻ ഇഡ്ഡലിയും, അമ്മയ്ക്ക് ചായ ഒന്നും കൊടുക്കാൻ പറ്റൂല. അപ്പോൾ പ്രോട്ടീനാണ് കൊടുക്കുന്നത്. രാവിലെ പ്രോട്ടീൻ കൊടുക്കും, അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കും, എല്ലാ വെള്ളങ്ങളും കൊടുക്കും. ഇപ്പം ഞാൻ ഇഡ്ഡലിയും കൊടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പതേ അവിടെ വിളി കേൾക്കുന്നു. ഇപ്പം എന്നെ കാണുമെങ്കിൽ വിളിക്കത്തില്ല, ഞാൻ അങ്ങോട്ടൊന്ന് പോകാം. അപ്പോൾ നമ്മുടെ ദോശ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ദോശയുടെ മാവ് നല്ല സൂപ്പർ മാവാണ് കേട്ടോ. നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സൂപ്പർ മാവാണ്. അപ്പം എൻ്റെ ദോശയൊക്കെ ഞാൻ 2 ദോശ ആയിട്ടുള്ളൂ. ഇനി ഒരു ദോശ കൂടെ ചുടണേ. ഞാൻ നിങ്ങൾക്ക് അമ്മച്ചിയുടെ അല കേൾപ്പിക്കാം. അപ്പം നമ്മൾ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് ചാലിച്ച ചന്ദനത്തിൽ, ഇങ്ങനെയാണ് എൻ്റെ. ഇതിപ്പോൾ മുളക് പൊടി ഇച്ചിരി കൂടിപ്പോയി, സാരമില്ല, ഞാനതെല്ലാം കഴിക്കും. ഒരു കോള് വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയി. ഇതേ അങ്ങനെ എണ്ണ ഒഴുകിയത് കൊണ്ടേ അങ്ങനെയൊക്കെ ആയിപ്പോയി, സാരമില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ ദോശ കഴിക്കാൻ പോവാണ്. നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോഴേ എനിക്ക് കറി വേണ്ട, ഞാൻ ഇച്ചിരി മുളക് കൂട്ടി തിന്നാം. അപ്പം ഞാൻ അമ്മയുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അമ്മയെ തുടച്ചു, അമ്മയ്ക്ക് കാപ്പിയൊക്കെ കൊടുത്തിട്ട് അമ്മയെ തുടപ്പിച്ചു. അപ്പം ഇനി ഉച്ചയ്ക്കുള്ള കൂട്ടാനും കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇച്ചിരി മീനൂടെ വറുത്തിട്ട് അമ്മയ്ക്ക് ഉച്ചയ്ക്ക് റാഗി കാച്ചി കൊടുക്കുവേ. എന്നും നമ്മൾ പൊടിയരിക്കഞ്ഞി കൊടുക്കത്തില്ല, ഇന്നലെയൊക്കെ പൊടിയരിക്കഞ്ഞിയായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കൊടുക്കുമ്പോഴും ഇതിന് മടുപ്പല്ലേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇച്ചിരി റാഗിയാണ് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം മീൻ വറുക്കാം. ഇതാരെ ഇവനെ പിന്നെ രാത്രി എല്ലാവരെയും കട്ടിലേൽ മാറിപ്പോയി കിടക്കും കേട്ടോ. എല്ലാവരെയും കട്ടിലേൽ മാറിപ്പോയി കിടക്കും. വെളുപ്പിനെ എൻ്റെ അടുത്ത് വരും. ബാക്കി സമയം ടീച്ചറിൻ്റെയൊക്കെ കൂടെ കിടക്കും. കുറച്ച് സമയം മോൻ്റെ കൂടെ കട്ടിലേക്ക് കിടക്കും. അത് കഴിയുമ്പോൾ വെളുപ്പിനെ എൻ്റെ അടുത്ത് വരും. വെളുപ്പിനെ പുറത്ത് പോയിട്ട് വന്ന് പിന്നെ എൻ്റെ അടുത്ത് വരും, എൻ്റെ കട്ടിലേൽ. അവനിങ്ങനെ നമ്മൾ കാൽ ചുവട്ടിൽ
ഞാൻ കാലിൻ്റെ ചോട്ടിലാണ് ആദ്യം അവനൊരു പേപ്പറൊക്കെ വിരിച്ചു കൊടുത്ത് അവിടെ വന്ന് കിടന്നു. അത് കഴിഞ്ഞിട്ട് അവനെ കാലിൻ്റെ ചോട്ടിൽ ചൂട് കിട്ടാത്തതുകൊണ്ട് എന്നെ ഇട്ട് തെള്ളുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേന് അവന് ചൂട് കിട്ടാത്തതുകൊണ്ട് അവന് കയറി വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഇക്രു 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 മക്രു ഇക്രുവേ. ഇക്രുവിൻ്റെ ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി പോയതിൻ്റെ ഒരു വിഷമമുണ്ട് ഇക്രുവിന്. അല്ലേ ഇക്രു? ചേച്ചി എവിടെ പോയാട്ടെ? ചേച്ചി എവിടെയാ പോയത്? ഇക്രുവിൻ്റെ ചേച്ചി, അയ്യോ ഇക്രുവിൻ്റെ ചേച്ചി എന്നും വിളിച്ച് ചോദിക്കും, ഇക്രു എന്തേ, ഇക്രു സുഖമായിട്ടിരിക്കുന്ന എന്നൊക്കെയല്ലേ ലേഡി പൊന്നി പൊന്നേ ഇക്രു പൊന്നി ഇക്രു പൊന്നി. ഇത് കണ്ടോ, ഇത് കപ്പലണ്ടി. അയ്യോ ഇതില്ലേ കപ്പലണ്ടിയുടെ പായസം മിഠായി എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. പായസത്തിൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മുടെ അടപ്പായസം ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റാണ്. ഇത് ഒരെണ്ണം 1 രൂപയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ ഒരു 10 എണ്ണം വാങ്ങിച്ചു. ഞാൻ എപ്പോഴും ഇതുപോലെ വാങ്ങിച്ചിടും. പിന്നെ ഉപ്പും മുളകും എന്നും പറഞ്ഞൊരു മിഠായി ഉണ്ടല്ലോ, പുളിയും ഉപ്പും മുളകും പുളി അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും ഞാൻ മേടിച്ചിടും. അപ്പോൾ ഇങ്ങനത്തെ ഇതും ഞാൻ മേടിച്ചിടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, ജോലിയൊക്കെ ചെയ്യുമ്പോഴേ ഓരോ നേരത്ത് തിന്നാൻ രസമല്ലേ. അപ്പം അതിനുവേണ്ടി ഞാൻ മേടിച്ചിടുന്നതാണ്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി. ഞാൻ അമ്മയ്ക്ക് കുറച്ച് റാഗിയും കൂടെ കലക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ച്. അമ്മയ്ക്ക് ഉച്ചയ്ക്ക് കൊടുക്കാനാണേ. അപ്പം ഈ മീനൊക്കെ വറുത്ത് ഊരി എടുത്തു. വേണ്ട, ഇത്ര കുഞ്ഞു മീനാണ്, ഈ കിളിമീനാണ്. അതപ്പോൾ കുഞ്ഞു മീനാണ്. ഇവിടുത്തെ മോനെ ഭയങ്കര ഇഷ്ടമാണ് ഈ കിളിമീൻ. അപ്പോൾ ഇന്നലെ രാത്രി ആ കൊച്ചി തന്നെ പോയി ടൗണിലെല്ലാം കൊണ്ട് പോയത് വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. ഇതുവഴി തന്നെ ഇഷ്ടംപോലെ മീൻ പോകും. അപ്പോൾ ഇന്നലെ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അമ്മ ഭയങ്കര അലയാണ്, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഞാൻ 2-3 കേൾപ്പിച്ചിട്ടുണ്ട്. കേൾപ്പിച്ചതല്ല, കേട്ടത് തന്നെയാ. അല്ല, നമ്മൾ സ്വയം പോയിന്ന് കേൾപ്പിച്ചതല്ല. ഇതിൽ സംസാരിക്കുമ്പോൾ അവിടെ വിളിക്കുന്ന കേൾക്കാം. അപ്പം ഇന്നത്തെ എൻ്റെ ഇനിയുള്ള പണിയെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനി വേറെ പണിയൊന്നുമില്ല. പിന്നെ എനിക്ക് കുളിക്കണം. ഞാൻ എന്നും ഉച്ചയാകുമ്പോൾ അമ്മയെ ക്ലീൻ ചെയ്തിട്ട് കുളിക്കണതാണ് എന്നും. അപ്പം ഇപ്പം ഈ ചൂടായതുകൊണ്ട് ഉച്ചയ്ക്ക് കുളിച്ചാൽ വൈകിട്ടാകുമ്പോൾ വീണ്ടും ചൂടാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം 4 മണിയായിട്ടേ കുളിക്കത്തുള്ളൂ. അപ്പം മീൻ വറുപ്പൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി ചോറ് കഴിക്കണം, ജോലിയുള്ളൂ. ചേനത്തോരനുണ്ട്, ചേനത്തോരന്, രസം, മീൻ വറുത്തത്, ഇത്രയൊക്കെ മതി. അപ്പം ഇനി ചോറൊക്കെ ഉണ്ടാക്കി കാണിക്കാം. അമ്മ അവിടെ കിടന്ന് ഭയങ്കര അലയാണ്. ഇച്ചിരി വെള്ളം വെള്ളം മാത്രമേ അമ്മ
അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ, വെള്ളത്തിൻ്റെ ഓർമ്മ അല്ലാതെ വേറെ ഒരു ഓർമ്മയില്ല. എന്താ ചെയ്യുക, നമ്മൾ വെള്ളം കൊടുക്കണതിന് ഒരു പരിധിയില്ലേ. ഒരുപാട് വെള്ളമായാൽ അറിയാമല്ലോ, പിന്നെ വയറൊക്കെ കയറി വീർത്തിട്ട് ഈ ഇടയെല്ലാം ഭയങ്കര പ്രശ്നമായിരുന്നു. രാത്രി 1 മണിക്ക് ഛർദിയും ലൂസ് മോഷനും ഒക്കെ ആയി ഞാൻ കിടന്ന് വെട്ടുപാട് ഒന്നും പറയണ്ട. വെള്ളം കുടിക്കുന്നതും അറിയത്തില്ല, കഴിക്കുന്നേ അറിയാൻ വയ്യ, വയറ് നിറയുന്നതും അറിയത്തില്ല, വെള്ളം എത്ര കുടിച്ചെന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെ എന്താ ചെയ്യുക, ഓർമ്മയില്ലാതായ പിന്നെ എന്താ ചെയ്യുക. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കാം അമ്മേൻ്റെ അടുത്തോട്ട്. എപ്പോഴും പോകാൻ പറ്റുന്ന, എപ്പോഴും പോകുന്നത് ഏത് സമയം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിനെ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ, എന്തേലും എടുക്കണമെങ്കിൽ. അതുവരെ ഞാൻ അവിടെ ഇരിക്കും. പുറത്തോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കിടന്ന് വിളിയാ. പുറത്തോട്ട് എനിക്ക് ഒന്നിനും കുളിക്കാൻ പോലും കയറാൻ പറ്റില്ല. കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഒരു സ്വസ്ഥതയും സമാധാനവും തരാത്ത വിളിയാ. എന്താ ചെയ്യുക, അപ്പം നമുക്ക് ആകെ ഒരു ഇറിറ്റേഷനാണ് ഈ വിളി കേൾക്കുമ്പം. ഇപ്പം എന്നെ കണ്ടാൽ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ വിളിക്കുകയല്ല. ഓട്സ് തിളച്ചേ, ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് വെച്ചത്. ഇനി തണുക്കുമ്പം കുറച്ചുകൂടെ അങ്ങ് കുറുകുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഓഫ് ചെയ്ത് ഞാൻ പിന്നെ തണുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കാം. ഞാൻ പേര് പറഞ്ഞത് മറന്നുപോയി കേട്ടോ, മാറിപ്പോയി കേട്ടോ. ഓട്സ് എല്ലാം റാഗിയാണ്. ഇത്ര ലൂസാക്കിയില്ലെങ്കിലേ തണുക്കുമ്പോഴത്തേന് ഇതങ്ങ് കുറുകിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൂസാക്കും, അല്ലെങ്കിൽ പിന്നെ പടപട വായിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അങ്ങ് കുറുകിപ്പോവും. അതുകൊണ്ട് തണുക്കുമ്പം ഇത് കുറച്ചുകൂടെ കട്ടിയാവും. അതുകൊണ്ടാണ് ഇത്ര ലൂസാക്കി വെച്ചതേ. അപ്പം ഞാൻ മീനൊക്കെ വറുത്തു, ഇതേ ചോറെടുത്ത് വെച്ചിരിക്കുന്നു. ഇനി ഞാൻ ചോറ് കഴിക്കാൻ പോവാണേ. അപ്പം ഞാൻ ചോറുണ്ണാൻ പോവുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നാളെ ഞാൻ വേറൊരു വിഷയമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.